ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ബൈബിൾ ത്രോപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആണ്ടുവട്ടത്തിലെ 23-ാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമുക്ക് ധ്യാനിക്കുവാനായിട്ട് സഭാമാതാവ് നൽകിയിരിക്കുന്ന തിരുവചനങ്ങൾ എന്നുള്ളത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 25 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. ഈ സുവിശേഷ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ആ സുവിശേഷ ഭാഗത്തിന് ബൈബിളിൽ നൽകിയിരിക്കുന്ന തലക്കെട്ട് ശിഷ്യത്വത്തിൻ്റെ വില എന്നുള്ളതാണ്. ഒരു ക്രിസ്തു ശിഷ്യനായിരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ തിരുവചനങ്ങൾ എന്നുള്ളത്. കാരണം സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ്റെ അനുഗാമിയായിരിക്കുകയോ അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ അനുയായിയായിരിക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആരാധകൻ്റെ ഒരു വലിയൊരു ഹീറോയുടെ അനുയായിയായിരിക്കുക എന്നുള്ളതൊക്കെ വളരെ എളുപ്പമാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ അനുയായിയായിരിക്കുക അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുക എന്നുള്ളത് അത് നമ്മുടെ ജീവിതത്തെ സമൂലമായും സമഗ്രമായും മാറ്റിമറിക്കുന്ന ആധികാരികവും ആത്യന്തികവുമായ ഒരു ഉത്തമ തിരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യമാണ്, ഒരു ഉത്തമമായ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് ഒരു ക്രിസ്തു ശിഷ്യനായിരിക്കുക എന്നുള്ളത്. അത് നമ്മെ ഓർമ്മിപ്പിക്കുവാനായിട്ടാണ് യേശുനാഥൻ ഇന്നത്തെ തിരുവചനത്തിലൂടെ പരിശ്രമിക്കുന്നത്. ഈ തിരുവചനം നമ്മൾ ആരംഭിക്കുന്നത് തന്നെ നമ്മൾ ബൈബിൾ എടുത്തുകൊണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 26-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്: നിങ്ങളിൽ ആർക്കും തന്നെ സ്വന്തം പിതാവിനെയോ മാതാവിനെയോ ഭാര്യയെയോ മക്കളെയോ സഹോദരനെയോ സഹോദരിയെയോ എന്ന് വേണ്ട നിങ്ങളെ തന്നെയും ത്യജിക്കാതെ ഉപേക്ഷിക്കാതെ എൻ്റെ ശിഷ്യനായിരിക്കുവാനായിട്ട് സാധ്യമല്ല എന്ന്. ഉപേക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് യേശുനാഥൻ അവിടെ ഉപയോഗിക്കുന്ന പദം എന്നുള്ളത് വെറുക്കാതെ, അതായത് മാതാവിനെയോ പിതാവിനെയോ ഭാര്യയെയും മക്കളെയും സഹോദരനെയും സഹോദരിയെയും നിങ്ങളെ തന്നെയും വെറുക്കാതെ നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനായിരിക്കുക സാധ്യമല്ല എന്നാണ്. സ്നേഹത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന യേശുനാഥൻ്റെ അധരങ്ങളിൽ നിന്ന് വെറുപ്പിൻ്റെ ഒരു വചനം വരിക എന്നുള്ളത് തീർത്തും അസാധാരണമാണ്. എന്തായിരിക്കാം യേശുനാഥൻ ഈ വെറുപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മുടെ മാതാവിനെയും പിതാവിനെയും ബന്ധുക്കളെയും ശത്രുക്കളായി കാണണമെന്നല്ല, അല്ലെങ്കിൽ അവരെ വെറുക്കണമെന്നല്ല. ഇവിടെ യേശുനാഥൻ ഈ വചനം കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ നടത്തുന്ന മുൻഗണനകളെപ്പറ്റി ആഴത്തിൽ ചിന്തിക്കുവാനായിട്ടാണ്. ക്രിസ്തുവാണ് നമ്മുടെ എല്ലാറ്റിനും മുകളിൽ നിൽക്കുന്നതെങ്കിൽ യേശുനാഥൻ്റെ വചനം നമ്മിൽ യാഥാർത്ഥ്യമാകും. മറിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നതിനിടയിൽ മറ്റു ചില കാര്യങ്ങൾക്കും മറ്റു ചില സംഭവങ്ങൾക്കും മറ്റു ചിലതിനുമാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനായിരിക്കുവാനായിട്ട് സാധ്യമല്ല എന്നാണ് യേശുനാഥൻ പറയുന്നത്. നമ്മൾ ഈ സാധാരണ കേൾക്കാറുള്ളത് പോലെ 20-20 ഗെയിം കളിക്കുന്നത് പോലെ 50-50 ആയിട്ട് നമുക്ക് ക്രിസ്തുവിനെ അനുഗമിക്കുവാനായിട്ട് സാധിക്കത്തില്ല. പകുതി ക്രിസ്തുവിന് വേണ്ടിയും പകുതി മറ്റു പല ഭൗതികതയ്ക്കും വേണ്ടിയും എന്നുള്ള ആ തത്വം യേശുനാഥന് അസ്വീകാര്യമാണ്. നമുക്കറിയാം, വളരെ റോബിൻ ശർമ്മ എന്ന പ്രസിദ്ധ എഴുത്തുകാരൻ്റെ വളരെ മനോഹരമായ ഒരു പുസ്തകത്തിൻ്റെ തലക്കെട്ടാണ് ദ മങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാറി. വളരെ മനോഹരമായ ഈ നോവലിൽ അദ്ദേഹം ജൂലിയൻ മാർട്ടിൻ എന്ന ഒരു ലോയറിൻ്റെ കഥ അവതരിപ്പിക്കുന്നുണ്ട്. ഈ ജൂലിയൻ മാർട്ടിൻ എന്നുള്ളത് കോടതിയിൽ വളരെ പ്രസിദ്ധനാണ്. എത്ര കുഴഞ്ഞു മറിഞ്ഞ കേസുകളായാലും നിഷ്പ്രയാസം വാദിച്ച് ജയിക്കുന്ന സ്വഭാവമുള്ളതാണ് ജൂലിയൻ മാർട്ടിൻ. ധാരാളം സമ്പത്തുണ്ട്. സുഹൃത്തുക്കളെ പോലെ ധാരാളം പേര് കൂടെ നടക്കുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ വചനം വായിക്കുമ്പോഴും വലിയൊരു ജനാവലി യേശുനാഥൻ്റെ കൂടെ നടക്കുന്നുണ്ട്. പക്ഷേ ആ ജനാവലിയെ നോക്കിയാണ് യേശുനാഥൻ പറയുന്നത്, നിങ്ങൾ കൂടെ നടക്കുന്നേ ഉള്ളൂ, പക്ഷേ എൻ്റെ ശിഷ്യനാകണമെങ്കിൽ എന്നെ തിരഞ്ഞെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. മറ്റെല്ലാറ്റിനും മുകളിലായിട്ട് യേശുവിനെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്നിടത്തെ ശിഷ്യനായിരിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ ജൂലിയൻ മാൻഡൽ ഈ വളരെ പ്രസിദ്ധനായ വക്കീലാണ്. അദ്ദേഹത്തിന് ധാരാളം ആരാധകരുണ്ട്. ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ധാരാളം സമ്പത്തുണ്ട്. കോടതിയിൽ പേരും പെരുമയും പ്രശസ്തിയുമുള്ള ജൂലിയൻ മാൻഡലിന്
വളരെ സുന്ദരമായ ഏവരെയും ആകർഷിക്കുന്ന ഒരു ചുവന്ന ഫെറാറി കാറും ഉണ്ടായിരുന്നു. പക്ഷേ ജൂലിയൻ മാൻഡലിനെ നമ്മൾ പുറമേ നിന്ന് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എല്ലാം നല്ലതാണ്, എല്ലാ സുഭിക്ഷതയുമുണ്ട്, പണത്തിന് പണമുണ്ട്, സമ്പത്തിന് സമ്പത്തുണ്ട്, ആരാധകർക്ക് പകരം ആരാധകരുണ്ട്, പേരും പ്രശസ്തിയുമുണ്ട്. പുറമേ നിന്ന് നോക്കിയാൽ എല്ലാം വളരെ മനോഹരമായി നടക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ജൂലിയൻ മാൻഡലിന് കോടതിയിൽ വെച്ച് ഒരു ഹൃദയസ്തംഭനം ഉണ്ടാകുന്ന ആ നിമിഷം മുതൽ ജൂലിയൻ മാൻഡലിൻ്റെ ഉള്ളം ഛിന്ന ഭിന്നമാകുന്നതായിട്ട് നമ്മളതിൽ വായിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ ജീവിതത്തിൻ്റെ അർത്ഥം തന്നെ നഷ്ടപ്പെട്ടു പോകുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരും പെരുമയും പ്രശസ്തിയും പണവും ഒന്നും അദ്ദേഹത്തിന് ആന്തരികമായൊരു അർത്ഥം നൽകുന്നില്ല, ആന്തരികമായ ഒരു സുഖം നൽകുന്നില്ല. അദ്ദേഹം ഇങ്ങനെ നിബന്ധിച്ച് ഒരു വേള അദ്ദേഹം തൻ്റെ ജീവിതം തന്നെ ആത്മഹത്യയിലൂടെ അവസാനിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന സമയത്താണ് ജൂലിയൻ മാൻഡൽ ഇന്ത്യയിലേക്ക് ഒരു യാത്ര ചെയ്യുന്നത്. ഹിമാലയ സാനുക്കളുടെ താഴ്വാരത്തിൽ എത്തിച്ചേരുന്ന ജൂലിയൻ മാൻഡൽ അവിടെ നോക്കുമ്പോൾ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ദരിദ്രരായ ഒരു കൂട്ടം സന്യാസിമാരെ കണ്ടെത്തുകയാണ്. ദാരിദ്ര്യം എന്നും അവരുടെ പടിവാതിൽക്കൽ തന്നെയുണ്ട്. എടുത്തു പറയത്തക്ക സമ്പത്തൊന്നുമില്ല, എടുത്തു പറയത്തക്ക സുഖസൗകര്യങ്ങളൊന്നുമില്ല, എടുത്തു പറയത്തക്ക ഭൗതികമായ യാതൊന്നും തന്നെ ഇല്ലാത്ത ചെറു ചെറു കുടിലുകളിൽ താമസിക്കുന്ന ഈ ഹിമാലയ സാനുക്കളിലെ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു കൂട്ടം സന്യാസിമാരെ ജൂലിയൻ മാൻഡൽ കാണുകയാണ്. ജൂലിയൻ മാൻഡലിന് ഭയങ്കരമായ അതിശയമുണ്ടാകുന്നു. തനിക്ക് സമ്പത്തുണ്ട്, എല്ലാവരെയും കൊതിപ്പിക്കുന്ന വില കൂടിയ ഒരു ഫെറാറി കാറുണ്ട്, ഒരു ചുവന്ന ഫെറാറി ഉണ്ട്, ധാരാളം സുഹൃത്തുക്കളുണ്ട്. പക്ഷേ തൻ്റെ ആ ഹൃദയസ്തംഭനം വന്നതോടുകൂടി അദ്ദേഹത്തിന് ജീവിതത്തിൽ അർത്ഥം കണ്ടെത്താൻ കഴിയാതെ വരുന്നു. ഒരു ഇല്ല. അങ്ങനെ ഈ സന്യാസിമാരുടെ അടുത്തേക്ക് എത്തുന്ന ജൂലിയൻ മാൻഡൽ അവിടെ നോക്കുമ്പോൾ ഈ സന്യാസിമാരിൽ നിന്ന് ആർക്കും കവർന്നെടുക്കാൻ കഴിയാത്ത വിധം വളരെ ആനന്ദകരമായ ഒരു സംഭവം അവരിൽ ജൂലിയൻ മാൻഡൽ കാണുകയാണ്. മാത്രമല്ല അവരെപ്പോഴും ആനന്ദത്തോടു കൂടി ജീവിക്കുന്നു എന്ന് മാത്രമല്ല, ആരും കവർന്നെടുക്കാത്ത ഒരു ദിവ്യപ്രകാശം ഈ ദരിദ്ര സന്യാസികളിൽ ജൂലിയൻ മാൻഡൽ കാണുകയാണ്. ഇതിൻ്റെ രഹസ്യം തേടി സന്യാസിമാരുടെ അടുത്തേക്ക് എത്തുമ്പോഴാണ് സന്യാസിമാര് ജൂലിയൻ മാൻഡലിനെ ഒരു ആത്മീയമായ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത്. ജൂലിയൻ മാൻഡൽ വിചാരിച്ചു പണം കൊണ്ട് അദ്ദേഹത്തിന് എല്ലാം കീഴടക്കാമെന്ന്, പ്രശസ്തി കൊണ്ടെല്ലാം കീഴടക്കാമെന്ന് വിചാരിച്ചു, അതല്ലെങ്കിൽ സുഹൃത്ത് വലയം കൊണ്ടെല്ലാം കീഴടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കീഴടക്കാമെന്ന് വിചാരിച്ചിരുന്നതെല്ലാം പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് നിവദിക്കുമ്പോൾ യഥാർത്ഥ സന്തോഷം തേടി ഈ ഹിമാലയ സാനുക്കളിലേക്ക് എത്തിച്ചേരുന്ന ജൂലിയൻ മാൻഡലിനെ ഈ സന്യാസിമാർ പടിപടിയായി ആത്മീയതയുടെ പടവുകൾ കയറ്റിവിടുന്നതായിട്ട് നമ്മൾ ഈ നോവലിൽ കാണുന്നുണ്ട്. ദ മങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാറി. അദ്ദേഹം അവസാനം ആ ഫെറാറിയൊക്കെ വിറ്റുകൊണ്ട് ഈ സന്യാസിമാർ അദ്ദേഹത്തിനോട് പറയുന്ന മനോഹരമായൊരു വചനമാണ്, നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ ആരുമായെങ്കിലും ബന്ധപ്പെടുമ്പോൾ, നമ്മൾ എന്തെങ്കിലും സ്വന്തമാക്കാൻ പരിശ്രമിക്കുമ്പോൾ എല്ലാറ്റിനും ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടാവണം. ആത്മീയ ജീവിതം നയിക്കുമ്പോഴായാലും ശരി, അല്ലാത്ത ജീവിതം നയിക്കുമ്പോഴായാലും ശരി, നമ്മൾ നടത്തുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകൾക്കും, നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളെ നമ്മൾ സ്വീകരിക്കുമ്പോഴും, നമ്മൾ സുഹൃത്ത് വലയം പണിതുയർത്തുമ്പോൾ, അല്ലെങ്കിൽ ഭൗതികമായതെല്ലാം കെട്ടിപ്പോക്കുമ്പോൾ അതിനെല്ലാം ഒരു ലക്ഷ്യമുണ്ടാകണം. പക്ഷെ ഒരു പ്രത്യേകത ഇതാണ്, ആ ലക്ഷ്യം നിത്യമായ ലക്ഷ്യമായിരിക്കണം. അങ്ങനെ നിത്യമായി നിലനിൽക്കുന്ന, നിത്യമായ ആനന്ദം നൽകുന്ന, നിത്യമായ സൗരഭ്യം നൽകുന്ന, നിത്യമായ സൗന്ദര്യം നൽകുന്ന ലക്ഷ്യം നമ്മൾക്ക് സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ മാതാപിതാക്കന്മാരെയും ബന്ധുക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും ഭാര്യയെയും മക്കളെയും എന്തിനേറെ നമ്മെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട്
ക്രിസ്തുവിനെ സ്വന്തമാക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെ ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ സാധിക്കുമ്പോഴാണ് ജീവിതത്തിന് അത് ലക്ഷ്യം വയ്ക്കുന്ന ഉത്തമവും മനോഹരവുമായ ലക്ഷ്യം സ്വന്തമാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ ആത്മീയതയിലേക്ക് വളരുന്ന ജൂലിയൻ മാൻഡല അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ സംഘർഷങ്ങളെല്ലാം ഇല്ലാതാകുന്നതായിട്ട് കാണുന്നുണ്ട്. അദ്ദേഹം വളരെ ആനന്ദഭരിതനായിട്ട് ഈ സന്യാസിമാരോടൊപ്പം ജീവിക്കുന്നതായിട്ട് നമ്മൾ ആ നോവലിൽ കാണുന്നുണ്ട്. ഇതാണ് യേശുനാഥൻ പറയുന്നത്. ക്രിസ്തുവിനെ സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ബാക്കി എല്ലാ സംഘർഷങ്ങളും ബാക്കി എല്ലാ ബിസിനസ്സുകളും ഒക്കെ നമുക്ക് മാറ്റിവെച്ചുകൊണ്ട് പ്രശാന്തതയുടെ ഉടയവനായ, സ്നേഹത്തിൻ്റെ ഉടയവനായ, നിത്യമായ ആനന്ദത്തിൻ്റെ ഉടയവനായ ക്രിസ്തുവിനെ സ്വന്തമാക്കുക എന്നതാണ് മാതാപിതാക്കളെയും ബന്ധുക്കളെയും ഭാര്യയെയും മക്കളെയും ഒക്കെ വെറുക്കുക എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്നതുകൊണ്ട് യേശുനാഥൻ അർത്ഥമാക്കുന്നത്. ഇതുപോലെ തന്നെ പൗലോ കൊയ്ലോയുടെ വളരെ പ്രസിദ്ധമായൊരു നോവലാണ് ദി ആൽക്കമിസ്റ്റ് എന്നുള്ളത്. ഈ ആൽക്കമിസ്റ്റിനകത്ത് ഒരു ആട്ടിടയനെ അവതരിപ്പിക്കുന്നുണ്ട്. അവൻ ഒരു ഗ്രാമത്തിൻ്റെ ഗ്രാമീണ സന്തോഷങ്ങളിലും ഗ്രാമീണ സമാധാനത്തിലും ജീവിച്ച് ആടുകളെ മേച്ച് നടന്ന ആട്ടിടയന് ഒരിക്കലൊരു സ്വപ്നമുണ്ടാകുകയാണ്. ഈജിപ്തിൻ്റെ വിശ്വപ്രസിദ്ധമായ ഈജിപ്തിൻ്റെ ആ പിരമിഡുകളുടെ താഴ്വരകളിൽ എവിടെയോ വളരെ വലിയൊരു നിധി കുഴിച്ച് വയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അവസാനം ഇദ്ദേഹത്തിന് സ്വപ്നത്തിൽ കണ്ട ഈ നിധി കരസ്ഥമാക്കുവാനായിട്ട് ഈ ഗ്രാമത്തിലെ തൻ്റെ ആടുകളെയും ഗ്രാമീണ സൗന്ദര്യത്തെയും ഗ്രാമീണ സമാധാനത്തെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ത്വര ജനിക്കുകയാണ്. തനിക്ക് ഈ നിധി സ്വന്തമാക്കണം. അങ്ങനെ ഈ നിധി സ്വന്തമാക്കുവാനായിട്ട് കടമ്പകൾ കടന്ന് സഞ്ചരിക്കുമ്പോൾ ഒരു രാജാവ് അദ്ദേഹത്തോട് പറയാണ്, നീ ആഴമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വന്തമാക്കുവാനായിട്ട് പ്രകൃതി നിനക്ക് വഴിയൊരുക്കുമെന്ന് ഇടയനൊരു പ്രചോദനം നൽകുന്നു. അങ്ങനെ അവൻ ഈ വഴികൾ താണ്ടി 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 ഈ നിധി കരസ്ഥമാക്കുവാനായിട്ട് സഞ്ചരിക്കുമ്പോൾ ആ സ്വപ്നം തൻ്റെ ജീവിതത്തിൽ തുടങ്ങുന്ന സമയം മുതൽ അതുവരെ ഈ ഇടയനായ സാന്റിയാഗോ എന്ന ഇടയൻ അനുഭവിച്ചിരുന്ന എല്ലാ സമാധാനവും സാന്റിയാഗോയ്ക്ക് നഷ്ടമാകുകയാണ്. അവൻ്റെ ആടുകളുടെയൊക്കെ സുരക്ഷയൊക്കെ അവൻ മറന്നുപോകുന്നു. ഗ്രാമീണതയുടെ സൗന്ദര്യവും ഗ്രാമീണയുടെ സമാധാനവുമൊക്കെ സാന്റിയാഗോ മറന്നുപോകുകയാണ്. സാന്റിയാഗോ തൻ്റെ സ്വപ്നത്തെ അനുഗമിക്കുകയാണ് ഈ നിധി കരസ്ഥമാക്കുവാനായിട്ട്. അവസാനം അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ച് 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 കുറേ അധികം ദൂരെ എത്തിയിട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോഴാണ് അറിയുന്നത്, എവിടെ നിന്നാണോ താൻ യാത്ര ആരംഭിച്ചത് ആ ഗ്രാമത്തിൽ ഏത് ആടുകൾ ഉപേക്ഷിച്ചാണോ, ഏത് ഗ്രാമീണ സൗന്ദര്യം ഉപേക്ഷിച്ചാണോ, ഏത് ഗ്രാമീണമായ സമാധാനം ഉപേക്ഷിച്ച് താൻ എവിടെ നിന്നാണോ യാത്ര ആരംഭിച്ചത് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സന്തോഷം നിലനിൽക്കുന്നതെന്ന് സാന്റിയാഗോ എന്ന ഈ ഇടയൻ തിരിച്ചറിയുകയാണ്. ആ തിരിച്ചറിവോടുകൂടി അദ്ദേഹം ഈ നിധി കരസ്ഥമാക്കുവാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തെ ഉപേക്ഷിക്കുന്നതായിട്ട് നമുക്ക് ആൽക്കമിസ്റ്റ് എന്ന ഈ മനോഹരമായ നോവലിൽ കാണാൻ സാധിക്കും. ഇവിടെ യേശുനാഥൻ ഇന്നത്തെ ഈ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്കും ചില ഫെറാറികൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അനാവശ്യമായ ആഗ്രഹങ്ങളെ കൊത്തി നിറയ്ക്കുന്ന നിധി തേടൽ സ്വഭാവം ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. യേശുനാഥൻ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട്, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത്. പ്രിയമുള്ളവരെ, ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിലും യേശുനാഥൻ പറയുന്നത്. എന്നെക്കാൾ അധികം മാതാവിനെയോ പിതാവിനെയോ ഭാര്യയെയോ മക്കളെയോ എന്തിനേറെ സ്വജീവനെ തന്നെയോ സ്നേഹിക്കുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് യേശുനാഥൻ പറയുമ്പോൾ അതിനൊരേ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ. 50% ക്രിസ്തുവിനെ അനുഗമിക്കേണ്ടത്. ആ അനുവാദം ക്രിസ്തുവിന് അസ്വീകാര്യമാണ്. ക്രിസ്ത്യാനിയായിരിക്കുന്ന പരിശുദ്ധ ബെനഡിക്ട് 16-ാമൻ പാപ്പ പറയുന്നത് ഇപ്രകാരമാണ്, ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്നത് മോഹനമായ ഒരു ആശയത്തിൻ്റെ അവതരണമോ അതല്ലെങ്കിൽ ധാർമ്മികമായ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഫലമോ അല്ല, മറിച്ച് അത് ക്രിസ്തുവെന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടലിൻ്റെ തിരഞ്ഞെടുപ്പാണ് ഒരു ക്രിസ്ത്യാനിയായിരിക്കുക എന്നുള്ളത് എന്ന് പരിശുദ്ധ ബെനഡിക്ട് 16-ാമൻ പാപ്പ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ ഈ സുവിശേഷം വായിക്കുമ്പോൾ ക്രിസ്തു ശിഷ്യനായിരിക്കുക എന്നുള്ളത് വലിയൊരു വില നൽകേണ്ടതാണ്.
അതുതന്നെയാണ് ഇന്ന് ആ സുവിശേഷ ഭാഗത്തിലിരിക്കുന്ന തലക്കെട്ടം എന്നുള്ളത്, ശിഷ്യത്തിൻ്റെ വില എന്നുള്ളത്. നമ്മൾ 2-3 ദിവ്യബലിയിൽ പങ്കെടുക്കുന്നു, ആരാധനയിൽ പങ്കെടുക്കുന്നു, നൊവേനകളിൽ പങ്കെടുക്കുന്നു. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നു നമ്മൾ ഉത്തമമായ ക്രിസ്ത്യാനികളാണെന്ന്. സജീവമായ ക്രിയാത്മകമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് ക്രിസ്തുവിനെ എല്ലാറ്റിനും മുകളിലായി പ്രതിഷ്ഠിക്കുവാനും ക്രിസ്തുവിൻ്റെ ആശയങ്ങളെയും ക്രിസ്തുവിൻ്റെ വചനങ്ങളെയും ആ വചനം ഉൾക്കൊള്ളുന്ന പ്രവൃത്തികളെയും നമ്മുടേതാക്കി മാറ്റുവാനായിട്ട്, മറ്റെല്ലാറ്റിനും മുകളിലായിട്ട് നമ്മുടേതാക്കി മാറ്റുവാനായിട്ട് സാധിക്കുമ്പോൾ ഈ ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ വില നാം തിരിച്ചറിയുകയും ഒരു ക്രിസ്തീയ ശിഷ്യനായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് യേശുനാഥൻ ഈ വചനത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയും നമ്മെ ഓരോരുത്തരെയും ആഴത്തിൽ ധ്യാനിക്കുവാനായിട്ട് പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നത്. മാതാവിനെയും പിതാവിനെയും ഭാര്യയെയും മക്കളെയും ഉപേക്ഷിക്കുക അല്ലെങ്കിൽ വെറുക്കുക എന്നുള്ളത് കൊണ്ട് അവരുമായിട്ടൊരു സ്പർദ്ധ സൃഷ്ടിക്കണമെന്നല്ല, അവരുമായിട്ടൊരു റിവഞ്ച് സൃഷ്ടിക്കണമെന്നല്ല, മറിച്ച് അവരെക്കാൾ ഉപരിയായിട്ട്, അതിനേക്കാൾ ഉപരിയായിട്ട്, എന്തിനേറെ നമ്മെക്കാൾ ഉപരിയായിട്ട് ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കുവാനും ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ പ്രതിഷ്ഠിക്കുവാനും ആ മൂല്യങ്ങൾ മുറുകെ പിടിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിലെ അനുദിന യാഥാർത്ഥ്യമാക്കി ജീവിക്കുവാനുമായിട്ടുള്ള ഈ മനോഹരമായ ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ ആഹ്വാനം നമുക്കും സ്വീകരിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ഒരു ക്രിസ്തീയ ജീവിതമാക്കി മാറ്റുവാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.